Good afternoon. Okay, good afternoon. Okay, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസ് ആണ് അല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഡയാലിസിസ് ആയിരുന്നു. അപ്പോ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് ഡയാലിസിസ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി അല്ലെ. അപ്പൊ എന്താണ് ഡയാലിസിസ് എന്നും നമ്മൾ പറഞ്ഞു. ഡയാലിസിസ് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് 1940 കാലഘട്ടത്തിലാണെന്ന്. ഓക്കെ 40 കാലഘട്ടത്തിലാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്ന 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഒന്ന് നമ്മൾ പറഞ്ഞു ARF അല്ലെ. ARF എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ ഏതായിരുന്നു? യെസ്, ക്രോണിക് കിഡ്നി എന്താണ് ESKD അല്ലെ, അതായത് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ. അങ്ങനെ 2 സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തുപയോഗപ്പെടുത്തുന്നത്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ കിഡ്നിയുടെ കുറച്ച് ഫങ്ഷൻസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ആ ഒരു ഫങ്ഷൻസുകൾ എന്തൊക്കെയായിരുന്നു? ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ജലം, ലവണങ്ങള്, അതുപോലെ മറ്റു മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കാം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം. അങ്ങനെ ഒരുപാട് എന്താണ് ഫങ്ഷൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കിഡ്നി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത എന്താണ് സൊല്യൂഷൻ എന്ത് മാത്രമേ ഉള്ളൂ? ഡയാലിസിസ് മാത്രമേ ഉള്ളൂ. ഇവിടെ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ ശരീരത്തിനെ പോയിസൺ ആക്കുകയും മറ്റു പല ഓർഗൻസിനെ അത് ബാധിക്കുകയും ചെയ്യും അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് 2 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഓടിച്ചിട്ട് പറയുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്പാണ് ഡയാലിസിസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. ഹീമോ ഡയാലിസിസ് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബ്ലഡ് വെളിയിലോട്ട് എടുത്തിട്ടാണ് കേട്ടോ, വെളിയിലോട്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ ബ്ലഡ് അവിടെ പ്യൂരിഫൈ ചെയ്യുന്നത്. മെഷീനകത്ത് എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട് അല്ലെ. അതിന് നമ്മൾ എന്താ പറയാ? ഡയലൈസർ എന്നാണ് പറയാ അല്ലെ. ഈ ഡയലൈസറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലഡ് കടത്തിവിടാണ്. എന്നിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ വീണ്ടും മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുകയാണ്. ഓക്കെ, ഇതാണ് എന്ത്? ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു ഒരു ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവരണം അല്ലെ. നല്ലൊരു ഫ്ലോയിൽ ബ്ലഡ് കൊണ്ടുവന്ന് നമുക്ക് മെഷീനകത്തേക്ക് കയറ്റി വിടണമല്ലോ. അപ്പൊ ആ ഒരു ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയെന്നാണ് എന്റെ ഓർമ്മ അല്ലെ. അപ്പൊ 3 ടൈപ്പാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് ഉള്ളത്. ഒന്ന് AV ഫിസ്റ്റുല, രണ്ടാമത്തത് AV ഗ്രാഫ്റ്റ്, മൂന്നാമത്തത് വാസ്കുലർ എന്താണ് കത്തീറ്റർ അല്ലെ. അതായത് ഇതാണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഇത്രയാണ് 3 ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണ്. ഇനി നമുക്ക് ആ ഓരോ ടൈപ്പും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും അതുവരെ ഉള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ആദ്യത്തെ ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണെന്ന് അറിയാമോ? AV ഫിസ്റ്റുലയാണ് കേട്ടോ. ഇതാണ് AV ഫിസ്റ്റുലയാണ്. അപ്പൊ എന്താണ് ഈ ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഉള്ളു പൊള്ളയായിട്ടുള്ള ശരിക്കും പറഞ്ഞ 2 ട്യൂബുകൾ തമ്മിൽ നമ്മൾ ഒരുമിച്ചാക്കുകയാണ്. അപ്പൊ എന്തുണ്ടാവും? കുറേയും കൂടെ ഉൾവിസ്താരമുള്ള ഒരു എന്താ പറയുക ട്യൂബ് പോലെയാവും. അതാണ് അവിടെ ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിത്രത്തിലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചിത്രം നോക്കുക, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണയായിട്ട്
നമ്മൾ ഈ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൈത്തണ്ടയിലായിരിക്കും കേട്ടോ, നമ്മുടെ ആമിന്റെ ഭാഗത്തായിരിക്കും സാധാരണയായിട്ട് വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സർജറി നടത്തും. ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യമുണ്ട്, ഓടിപ്പോയി ഒരു സർജറി ചെയ്യില്ല, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും കണ്ടുപിടിച്ചിട്ട് വേണം ആ ഒരു സർജറി നമുക്ക് തുടങ്ങാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സർജറി നമുക്ക് ആവശ്യമായിട്ട് വരും. അത് നമ്മൾ ഓടിപ്പോയി സർജറി ചെയ്യല്ല, പകരം എന്താണ്, ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ അവിടെ സ്കാനിങ് ഒക്കെ ചെയ്ത് കൈത്തണ്ടയുടെ ഭാഗത്ത് സ്കാനിങ് ഒക്കെ ചെയ്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ആദ്യം നമുക്ക് കണ്ടെത്തണം. എന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഏതാണ്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അഥവാ AV ഫിസ്റ്റുല എന്നാണ് പറയാം. അപ്പൊ A എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടറി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ധമനി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. വീനസ് എന്താണ്? വെയിൻ ആണ്, സിരയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ, നമ്മൾ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ചിത്രത്തിനകത്ത് കണ്ടോ, ഇവിടെ നിന്ന് എന്ത് വരുന്നുണ്ട്? ഒരു ആർട്ടറി വരുന്നുണ്ട് അല്ലെ, ആർട്ടറി വരുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? വെയിനും ഉണ്ട്. അപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മള് ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മൾ പരസ്പരം എന്താണ് കണക്ട് ചെയ്യാണ്. ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ അവയെ നമ്മൾ എന്ത് ചെയ്യാണ്? പരസ്പരം കണക്ട് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസ്റ്റുല എന്ന് പറയുന്നത്. ശരിക്കും ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ബ്ലഡ് വെസൽ ആണ് അല്ലെ, ആർട്ടറിയും അതുപോലെ തന്നെ വെയിനും. അപ്പൊ അത് നാരോ ആണ് അല്ലെ, അത്രയും അധികം എന്താ ഉൾവിസ്താരം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫിസ്റ്റുലക്കകത്ത്, AV ഫിസ്റ്റുലക്കകത്ത് ഈ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മൾ പരസ്പരം എന്താണ് ഒരു സർജറിയിലൂടെ കണക്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫിസ്റ്റുല കണ്ടോ, ഇതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു സർജിക്കൽ കണക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ആർട്ടറി ആൻഡ് വെയിൻ. നമ്മൾ വേറെ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും തന്നെ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് എന്താണ് ഒരു വെയിനും ആർട്ടറിയും തമ്മിൽ നമ്മൾ പരസ്പരം എന്താണ് തുന്നിച്ചേർക്കാണ് അല്ലെ, ഒരു സർജിക്കൽ കണക്ഷൻ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. അതാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറേം കൂടെ എന്താണ് ഒരു ഉൾവിസ്ഥാനമുള്ളൊരു അല്ലെ, ഒരു ഒറ്റൊരു ബ്ലഡ് വെസൽ ആയിട്ട് മാറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നല്ല ഫ്ലോയില് ഇതിലൂടെ ബ്ലഡ് വരാനായിട്ട് തുടങ്ങും അല്ലെ. എന്നിട്ട് ഈ ഒരു ഫിസ്റ്റുലയിലേക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈ ഡയാലിസിസ് മെഷീനിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നല്ല ഫ്ലോയിൽ ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ ബ്ലഡ് ഇത്രയും നല്ല ഫ്ലോയിൽ ബ്ലഡ് വരുമ്പോൾ ഈ ബ്ലഡിനെ നമ്മൾ നേരെ എങ്ങോട്ട് കടത്തിവിടാണ്? ഡയാലിസിസ് മെഷീനിലോട്ട് കടത്തിവിടാണ്. സ്വാഭാവികമായിട്ടും അതിന് എന്തുണ്ട്? ഒരു ഡയലൈസർ ഉണ്ട്. ആ ബ്ലഡിനെ അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടും. എന്നിട്ട് ഫിൽട്ടർ ചെയ്ത് വരുന്ന ബ്ലഡിനെ, അതായത് പ്യൂരിഫൈ ചെയ്ത് വരുന്ന ബ്ലഡിനെ നമ്മൾ ഇതേ എന്താണ് ഫിസ്റ്റുലയിൽ കൂടി തന്നെ എന്താണ് ശരീരത്തിനകത്തേക്ക് കടത്തിവിടാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഒരു എന്താണ് സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബ്ലഡ് ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് വരുന്ന ബ്ലഡിനെ നമ്മൾ ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തിവിടുന്നു, അവിടെ ഫിൽറ്ററിങ് നടക്കുന്നു, പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതേ ഫിസ്റ്റുലയിലൂടെ തന്നെ നമ്മൾ ശരീരത്തിനകത്തേക്ക് കടത്തിവിടാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ഇങ്ങനെ വരുമ്പോ ഇവിടെ മിക്സ് ആവില്ലേ എന്നൊരു സംശയം ചിലപ്പോൾ തോന്നാം അല്ലെ, ഇങ്ങനെ മിക്സ് ആവില്ലേ എന്ന് തോന്നാം. പക്ഷെ മിക്സ് ആവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫിസ്റ്റുലയുടെ ഇവിടേക്ക് 2 നീഡിൽസ് ആണ് അവർ ഇൻസേർട്ട് ചെയ്യുന്നത്. 2 നീഡിൽസ് അവര് ഇൻസേർട്ട് ചെയ്യും. അതിനകത്ത് ഒരു നീഡിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ വരുന്ന ബ്ലഡിനെ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ റിമൂവ് ചെയ്ത് ഡയാലിസിസ് മെഷീനിലോട്ട് അയക്കുന്നത് ഒരു നീഡിലൂടെയും, മറ്റേ നീഡിൽ എന്താണ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ മറ്റേ നീഡിൽ വഴിയിട്ട്, രണ്ടാമത്തെ നീഡിൽ വഴിയായിട്ട് എങ്ങോട്ട് കടത്തിവിടാണ്? ബോഡിക്കുള്ളിലേക്ക് കടത്തിവിടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഷീനിലൂടെ കടത്തിവിടുന്നു, അവിടെ ഫിൽറ്ററിങ് നടക്കുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു, തിരിച്ച് ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ കടത്തിവിടുന്നു, വീണ്ടും ഇങ്ങനെ ഒരു സൈക്ലിംഗ് പോലെ ഒരു എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലായല്ലോ? ഇതാണ് എന്ത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇത്രയും ഞാൻ പറഞ്ഞ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്കിത് വായിക്കാം. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞ കാര്യത്തില്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് വായിക്കാം. ഓക്കെ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അഥവാ
AV fistula. നോക്കുക കേട്ടോ. An AV fistula underline ചെയ്ത് വെക്കണം. An AV fistula is a surgical connection between an artery and a vein. Underline ചെയ്ത് വെക്കുക. എന്താണ് AV fistula എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സർജിക്കൽ കണക്ഷൻ ആണ്. നമ്മൾ വേറെ ഒന്നും എക്സ്റ്റേണൽ ഒരു മെറ്റീരിയൽ നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇൻസേർട്ട് ചെയ്യുന്നില്ല അല്ലെ. ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് വെയിൻ. അതൊക്കെ നമ്മളൊരു സർജറിയിലൂടെ ആർട്ടറിയും വെയിനെയും തമ്മിൽ നമ്മൾ പരസ്പരം തുന്നിച്ചേർക്കാണ്. അപ്പൊ കുറെ കൂടി ഉൾവിസ്താരമുള്ള ഒരു ഫിസ്റ്റുല അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതിലൂടെ നല്ല ഫ്ലോയിൽ ബ്ലഡ് വരുമ്പോൾ നമുക്കത് ഡയാലിസിസ് മെഷീനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കൂ. Often a fistula is created in the arm if the arteries in the arm are not large or healthy enough. It can also be put in the leg. സാധാരണയായിട്ട് നമ്മൾ ഈ AV ഫിസ്റ്റുല എവിടെയാണ് നമ്മൾ ചെയ്യുക, നമ്മുടെ കൈത്തണ്ടയിലാണ് ചെയ്യുക. മീൻസ് ചിലപ്പോൾ റിസ്റ്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ആം, ഓക്കെ, കൈത്തണ്ടയുടെ ഭാഗത്താണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഇനി അവിടുത്തെ വെയിൻ അത്ര ഹെൽത്തി അല്ല എന്ന് വിചാരിക്കുക. ഹെൽത്തി അല്ലാത്ത വെയിൻ ആണെങ്കിൽ അതെന്ത് ചെയ്യാം, ഈ പ്രൊസീജിയർ നമുക്ക് കാലിലും ചെയ്യാം എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ എവിടെ തന്നെ ചെയ്യുള്ളൂ, കൈത്തണ്ടയിലാണ് സാധാരണ ചെയ്യുക. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ അവിടെ അത്ര ഹെൽത്തി അല്ലാത്തൊരു വെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രൊസീജിയർ കയ്യിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാലിൽ എന്ത് ചെയ്യാം. കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഡയാലിസിസ് മുഴുവൻ ചെയ്യുന്നത് ഈ ഒരു AV ഫിസ്റ്റുലയിലൂടെ ആയിരിക്കും. മനസ്സിലായോ? ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യത്തേക്കല്ല, പിന്നീട് നമ്മൾ ഈ AV ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്താൽ അവിടെ നിന്ന് അങ്ങോട്ട് ഡയാലിസിസ് നമ്മൾ ചെയ്യുന്നത് പിന്നീട് ഇതിലൂടെ ആയിരിക്കും. അപ്പൊ അത്രയും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? നെക്കിലോട്ട് വരില്ല കേട്ടോ, നെക്കിലേക്ക് വേറെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഇറ്റ് ക്യാൻ ആൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്. ഓക്കെ, ലെഗിലും ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈത്തണ്ടയ്ക്കകത്ത് വെയിൻ അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ നമുക്ക് എവിടെയും ചെയ്യാം, കാലിലും ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി നോക്കുക കേട്ടോ. ഇറ്റ് ഈസ് ദ എന്താണ്, ബ്ലഡ് എടുക്കുന്ന വെയിൻ ആണോ പോർട്ടോണേറ്റ്? ബ്ലഡ് എടുക്കുന്ന വെയിൻ അല്ല കേട്ടോ. നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് നിങ്ങൾ കേട്ടില്ലേ, നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ നമുക്ക് കണ്ടുപിടിക്കണം. അത് ആദ്യം തന്നെ എന്ത് ചെയ്യും, സ്കാനിങ്ങിലൂടെ അവർ നോക്കും. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ അവർ നോക്കിയിട്ട് അതാണ് എന്തിനു വേണ്ടിയിട്ട്, ഫിസ്റ്റുലയ്ക്ക് വേണ്ടിയിട്ട് അവര് തെരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സാധാരണ ബ്ലഡ് എടുക്കുന്ന വെയിൻ ആണെന്നില്ല, കുറെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള വെയിൻ അവർ നോക്കിയിട്ട് സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയിട്ടാണ് അവിടെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നോക്കുക. It is the most natural access site as it's formed from the blood vessels. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. എന്തുകൊണ്ട് നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ വേറൊന്നും അതിനടുത്ത് ഇൻസേർട്ട് ചെയ്യുന്നില്ല അല്ലെ. അതായത് നോർമലി ഉള്ള ഒരു ആർട്ടറിയും വെയിനും തമ്മിൽ നമ്മൾ പരസ്പരം ജസ്റ്റ് ഒന്ന് സർജറിയിലൂടെ കണക്ട് ചെയ്യുന്നു. അല്ലാണ്ട് വേറൊരു എക്സ്റ്റേണൽ എന്തെങ്കിലും മെറ്റീരിയലോ ഒന്നും നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താണ്, ഇറ്റ് ഇസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ് അല്ലെ. ബ്ലഡ് വെസൽസിനെ തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, ഇറ്റ്സ് എ നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങും ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം എന്താണ്, കുറവാണ്. ഇതിനകത്ത് AV ഫിസ്റ്റുലയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് ഇത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? എന്താണ് AV ഫിസ്റ്റുല എന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് ഇത് AV ഗ്രാഫ്റ്റ്. എന്താണ് AV ഗ്രാഫ്റ്റ്? അപ്പൊ ആദ്യം ഒന്ന് കേൾക്കാം കേട്ടോ, കേട്ടിട്ട് നമുക്ക് വായിക്കാം, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നിങ്ങൾ ക്യാബ്ജ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? അതായത് ബൈപ്പാസ് സർജറി, കൊറോണറി ആർട്ടറി
അങ്ങനെയല്ലേ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അല്ലെ, അതായത് നമ്മുടെ എന്താണ് ബൈപ്പാസ് സർജറി. അപ്പൊ അതിനകത്തൊരു ഗ്രാഫ്റ്റിംഗ് അല്ലെ, ക്യാബ്ജ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലേ നിങ്ങള്? എന്താണ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ് കേട്ടോ. ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ബൈപ്പാസ് സർജറി ചെയ്യുമ്പോൾ അതാണ് ചെയ്യുന്നത് അല്ലെ. ഹാർട്ടിലേക്കുള്ള ആ ഒരു എന്താ പറയാ ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസല് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഘടിപ്പിക്കുകയാണ് അല്ലെ. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഫ്ലോ അത് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അതുകൊണ്ടാണ് ആ പേരില് ക്യാബ്ജ് ഗ്രാഫ്റ്റിംഗ് എന്ന് വന്നത്. അപ്പൊ അതേ ഗ്രാഫ്റ്റ് തന്നെയാണ്, അതിനെയാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഇവിടെ എന്താ വ്യത്യാസം ഗ്രാഫ്റ്റിനകത്ത്? ഇവിടെ നമ്മൾ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ ഒരു ഗ്രാഫ്റ്റ് മുഖേനയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. തന്നെ മനസ്സിലായോ? അവിടെ AV ഫിസ്റ്റുലയിൽ എങ്ങനെയായിരുന്നു? നേരെ നമ്മൾ ആർട്ടറിയും വെയിനെയും തമ്മിൽ സർജിക്കൽ കണക്ഷനിലൂടെ കണക്ട് ചെയ്യുന്നതിന് പകരം AV ഗ്രാഫ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the artery and vein is connected through a graft. That graft means എന്താണ്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. ഓക്കെ, ബാക്കി എന്താണ് നോക്കൂ, ചിത്രം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ഇവിടെ ആർട്ടറി ഉണ്ട്, ഇവിടെ വെയിൻ ഉണ്ട് അല്ലെ. അവ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ഗ്രാഫ്റ്റ് മുഖേനയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നല്ല ഫ്ലോയില് ബ്ലഡ് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ. ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലോ റേറ്റ് അവിടെ ഉണ്ടാവും അല്ലെ. നല്ല ഹൈ ഫ്ലോയില് ബ്ലഡ് വരുമ്പോ ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. നീഡില് ഇൻസേർട്ട് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് ഇതിലൂടെ വരുന്ന ബ്ലഡിനെ ഇതുപോലെ തന്നെ 2 നീഡിൽ അവിടെ ഇൻസേർട്ട് ചെയ്യും. ഒരു നീഡിൽ വന്നിട്ട് ബ്ലഡിനെ വലിച്ച് ഡയാലിസിസ് മെഷീനിലോട്ട് കടത്തി വിടുന്നു. മറ്റേ നീഡിൽ എന്താ ചെയ്യുക? പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നു. അപ്പൊ മാക്സിമം മിക്സിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. മനസ്സിലായില്ലേ AV ഗ്രാഫ്റ്റ് എന്താന്നുള്ളത്? വേറൊന്നുമില്ല, ഫിസ്റ്റുലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ എന്താണ്? ഒരു ഗ്രാഫ്റ്റ് മുഖേനയാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം എന്താണ് AV ഗ്രാഫ്റ്റ് കേട്ടോ. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആക്സസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു വാസ്കുലർ ആക്സസ് ആയിട്ടാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗ്രാഫ്റ്റ് ഈസ് നോർമലി പ്ലേസ്ഡ് ഇൻ ദ ആം ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ് ഇഫ് നീഡഡ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ എവിടെയാണ് നമ്മൾ ആം അല്ലെ, നമ്മുടെ കൈത്തണ്ടയിൽ തന്നെയാണ് ഈ ഒരു AV ഗ്രാഫ്റ്റ് ചെയ്യുക. പക്ഷെ അവിടുത്തെ വെയിൻ ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ നമുക്ക് എവിടെ ചെയ്യേണ്ടതായിട്ട് വരും? കാലില് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നോക്കാം എന്താണ് AV ഗ്രാഫ്റ്റ് എന്താന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. An AV graft is the connection of a vein and an artery that uses a hollow synthetic tube. ബ്രാക്കറ്റില് ഡക്റ്റൽ ഗ്രാഫ്റ്റ്. ഹോളോ സിന്തറ്റിക് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മളോട് ചോദിക്കാം ദ വാസ്കുലർ ആക്സസ് ആയിട്ട് ലഭിച്ച് ദ കണക്ഷൻ ഓഫ് എ വെയിൻ ആൻഡ് ആർട്ടറി ത്രൂ എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ഈസ് കോൾഡ്. എന്താണ് നമ്മൾ അതിനെ പറയാ? AV ഗ്രാഫ്റ്റ് എന്നാണ് പറയാം. ഓക്കെ, ഇനി നോക്കാം. വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എൻ ആർട്ടറി ആൻഡ് ദ അതർ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെയിൻ. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റ് അല്ലെ, ഹോളോ സിന്തറ്റിക് ട്യൂബ്. അപ്പൊ ഒരു എൻഡ്, വൺ എൻഡ് നമ്മൾ എവിടേക്ക് അറ്റാച്ച് ചെയ്യും? അറ്റാച്ച്ഡ് ടു ദ ആർട്ടറി അല്ലെ, ആർട്ടറി ആയിട്ട് അറ്റാച്ച് ചെയ്യും. അതർ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെയിൻ അല്ലെ, ഒരു വെയിനുമായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഇവരെ പരസ്പരം കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? ദിസ് കണക്ഷൻ റിസൾട്ട്സ് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ഹൈ ഫ്ലോ ഹൈ. എന്ത് സൗണ്ട് വരുന്നുണ്ടോ? അങ്ങനെ സൗണ്ട് വരുന്നുണ്ടോ? കുറച്ചുണ്ട് സൗണ്ട് വരുന്നുണ്ടോ? അല്ലേ, ഇനി കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പൊ നോക്കാം, നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ,
കണക്ഷന്റെ കാര്യമാണ് അല്ലെ? ഓക്കെ. അപ്പൊ ദിസ് കണക്ഷൻ റിസൾട്ട്സ് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ദ ഹൈ പ്രഷർ ആർട്ടറി ത്രൂ ദ ഗ്രാഫ്റ്റ് ആൻഡ് ഇൻ ടു ദ ലോ പ്രഷർ വെയിൻ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ആർട്ടറിയിലൂടെ ഹൈ പ്രഷറിലാണ് എന്ത് വരുന്നത്, ബ്ലഡ് വരുന്നത് അല്ലെ? അപ്പൊ ഹൈ പ്രഷറില് ഹൈ ഫ്ലോയില് ആർട്ടറിയിൽ നിന്നും ബ്ലഡ് ഇങ്ങോട്ട് പാസ് ചെയ്യാണ് ലോ പ്രഷർ ലോ വെയിനിലോട്ട് അല്ലെ? ലോ പ്രഷറിലുള്ള ലോ ഫ്ലോയിലേക്ക് വെയിനില് അല്ലെ, അങ്ങനെയാണ് വെയിനില് പോകുന്നത്. അതിലേക്ക് എന്ത് ചെയ്യാണ്, ബ്ലഡ് നല്ല രീതിയിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. ഹൈ പ്രഷറില് ഹൈ ഫ്ലോയില് ആർട്ടറിയിൽ നിന്നും വരുന്ന ബ്ലഡ് എങ്ങോട്ട് പോവാണ്, ലോ ഫ്ലോയില് ലോ പ്രഷറുള്ള വെയിനിലോട്ട് കടന്നു പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഫ്ലോ റേറ്റ് അവിടെ ഉണ്ടാവാണ്. മനസ്സിലായി? ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ നല്ലൊരു ഫ്ലോ റേറ്റ് ഉണ്ടാവും. നമുക്ക് നോക്കാം. Consequently, the blood flow through the graft provides a flow rate അല്ലെ? അപ്പൊ നല്ല അതിന് ഫ്ലോ റേറ്റ് ഉണ്ടാവും ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും that will supply the blood to provide a suitable hemodialysis treatment എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നല്ല ഫ്ലോയില് ബ്ലഡ് ഇതിൽ കൂടെ പാസ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യാം, നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നീഡിൽ ഇൻസേർട്ട്, 2 നീഡിൽ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. ഇവിടെ നിന്ന് വരുന്ന ബ്ലഡിന് അത്യാവശ്യം നല്ല എമൗണ്ടിൽ ബ്ലഡ് വരും. അപ്പൊ ആ ബ്ലഡിനെ നേരെ മെഷീനിലൂടെ കണക്ട് ചെയ്തിടുക, അതിലൂടെ ഫിൽട്ടർ ചെയ്യുക, പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ മറ്റേ നീഡിൽ വഴിയായിട്ട് ഇതേ ഗ്രാഫ്റ്റിലൂടെ തന്നെ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, AV ഗ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം കേട്ടോ. കോൺസിക്വന്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് കേട്ടോ, അതിന്റെ ഫലമായി എന്നുള്ള അർത്ഥമാണ്. ഇനി നോക്കാം. An AV graft provides a solution for small or weak veins. അപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് AV ഫിസ്റ്റുല ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി AV ഫിസ്റ്റുല ചെയ്യാൻ പാകത്തില് നമ്മുടെ വെയിൻ വളരെ വീക്ക് ആണെന്ന് വിചാരിക്കും. അങ്ങനെ വീക്ക് ആവുക ചെയ്യുന്ന പ്രൊസീജിയർ ആണിത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് പൊതുവെ വെയിനുകൾ വീക്ക് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഏത് പ്രൊസീജിയർ ചെയ്യുന്നത്, AV ഗ്രാഫ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. വളരെ ചെറിയ വെയിൻ ആണ് അല്ലെങ്കിൽ വളരെ വീക്ക് ആയിട്ടുള്ള വെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, AV ഫിസ്റ്റുല ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, AV ഗ്രാഫ്റ്റ്. ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ AV ഫിസ്റ്റുലയിൽ നമ്മൾ പറഞ്ഞ അതൊരു നാച്ചുറൽ കണക്ഷൻ ആണ് അല്ലെ? നമ്മൾ വേറെ ഒന്നും തന്നെ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നില്ല. ആർട്ടറിയും വെയിനും തമ്മിൽ നമ്മൾ പരസ്പരം എന്താണ്, ഒരു സർജിക്കൽ കണക്ഷനിലൂടെ നമ്മൾ കൂട്ടിച്ചേർക്കാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു നാച്ചുറൽ ആക്സസ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്നും പുറത്തുനിന്ന് നമ്മളൊന്നും അവിടെ ഇൻസേർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണെന്ന് മാത്രമല്ല നമുക്കൊരു ലോങ് ടേം ഹീമോഡയാലിസിസ് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ AV ഗ്രാഫ്റ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ഗ്രാഫ്റ്റിലൂടെയാണ്. ഈ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. അതൊരു എക്സ്റ്റേണൽ മെറ്റീരിയൽ ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫിസ്റ്റുലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഏതിനുണ്ട്, AV ഗ്രാഫ്റ്റിനുണ്ട്. പക്ഷെ എന്തിനു തന്നെ ഉപയോഗിക്കുന്നതാണ്, ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗപ്പെടുത്തുന്നതാണ്. മനസ്സിലായോ? അതായത് ഫിസ്റ്റുലയാണ് കുറെ കൂടെ സേഫ്. പക്ഷെ എന്താണ്, ഇവിടെ ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോൾ കുറെ കൂടി ഇൻഫെക്ഷൻ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്തിനു ഉപയോഗിക്കുന്നത് തന്നെയാണ്, ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗപ്പെടുത്തുന്നതാണ്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ നമ്മൾ 2 ടൈപ്പ് വാസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മൂന്നാമതൊരു ടൈപ്പും കൂടെ എന്താണ്, പിന്നീട് ഈ ട്യൂബ് റിമൂവ് ഇല്ല, അത് നമ്മുടെ ബോഡിയിൽ തന്നെ വെക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആണല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ ഒരു രോഗിയുടെ എന്താ പറയാ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ ഈ ഒരു സർജറി ചെയ്താൽ അത് എന്നേക്കുമായിട്ടുള്ള സർജറിയാണ്. അത് നമ്മുടെ കയ്യിൽ തന്നെ അങ്ങനെ ഇരിക്കും. പിന്നീട് അടുത്ത ഡയാലിസിസ് ചെയ്യുമ്പോൾ രോഗി ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്നു, അഡ്മിറ്റ് ആവുന്നു, എന്നിട്ട് ഇതേപോലെ തന്നെ ഇതേ വാസ്കുലർ ആക്സസ് സൈറ്റിലൂടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതായത് ഒരിക്കലും ആ ഒരു പർപ്പസ് കഴിഞ്ഞ ഉടനെ മാറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് വീണ്ടും ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഒരു മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ചിലവർക്ക് ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ ആണ് എന്ത്, ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. കാര്യം പിന്നീട് അങ്ങോട്ട് ഡയാലിസിസ് മുഴുവൻ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ആക്സസ് സൈറ്റിലൂടെയാണ്. അപ്പൊ ഒരിക്കലും അത് മാറ്റില്ല. മനസ്സിലായല്ലോ?
അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊരു എന്താ പറയാ സ്കാനൊക്കെ ചെയ്തിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയൊക്കെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ആദ്യം ചെയ്യുക. കാര്യം അത് എന്നേക്കുമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. ഈ പറയുന്ന AV ഫിസ്റ്റുല ആണെങ്കിലും അതുപോലെ AV ഗ്രാഫ്റ്റ് ആണെങ്കിലും പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് കേട്ടോ. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്, മൂന്നാമത്തെ ഒരു ടൈപ്പാണ് എന്ത്? വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. എന്താണ്? വാസ്കുലർ ആക്സസ് കത്തീറ്റർ. അപ്പൊ കത്തീറ്റർ എപ്പോഴാണെന്നറിയോ നമ്മൾ ഘടിപ്പിക്കുക? നമുക്കിപ്പോ ഫിസ്റ്റുല ചെയ്യാം. ഇപ്പൊ സാധാരണ ഒരു ഫിസ്റ്റുല ചെയ്തിട്ട്, ഒരു സർജറി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായല്ലോ? ഈ ഫിസ്റ്റുല ചെയ്ത് ഏകദേശം ഒരു 2 or 3 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് പിന്നീട് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാര്യം ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അത് ഉണങ്ങണ്ടേ, അതൊരു മെച്ചുറേഷൻ ആവണം. അതിനുശേഷമേ നമുക്ക് അതിലൂടെ എന്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായി? AV ഫിസ്റ്റുലൊക്കെ ആണെങ്കിൽ ഈ സർജറി കഴിഞ്ഞ് ഏകദേശം 2 or 3 മാസങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 or 3 ആഴ്ചകൾ മതി. മനസ്സിലായി? ഫിസ്റ്റുല പോലെയല്ല, 2 or 3 ആഴ്ചകൾക്കുള്ളിൽ എന്തുണ്ടാവും? AV ഗ്രാഫ്റ്റ് ഏകദേശം മെച്ചുർ ആവും. അതിനുശേഷം മാത്രമേ നമുക്ക് അവിടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഈ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഡയാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ബോഡി ആയിട്ട് അതൊന്ന് സെറ്റ് ആവണം. അല്ലെ? ബോഡിയിൽ അത് ഉണങ്ങി അതൊന്ന് എന്താവണം? മെച്ചുറേഷൻ ആവണം. അതിനുശേഷം നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പെട്ടെന്ന് ഒരു രോഗി വരികയാണ്. അപ്പൊ രോഗി വന്നിട്ട് അയാൾ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ്. അയാൾക്ക് ഈ ഒരു സർജറി ചെയ്യാനുള്ളൊരു സമയമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. അല്ലെ? സർജറി ചെയ്ത് കുറച്ച് സമയമൊക്കെ പിടിക്കണം. അല്ലെ? 3 or 4 മാസങ്ങൾക്കൊക്കെ ശേഷം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ക്രിട്ടിക്കൽ ആയിട്ടൊരു രോഗി വരെയാണ്. അയാൾക്ക് എന്താണ് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങള്? എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? AV ഫിസ്റ്റുല ചെയ്യുകയാണെങ്കിലും AV ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും അത് ചെയ്തിട്ട് ഉടനടി നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ലാണ്. മനസ്സിലായോ? കാര്യം അതൊരു സർജറി അല്ലേ. ആ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 or 4 മാസങ്ങൾ പിടിക്കുന്നത്. അത് ഉണങ്ങി അത് നമ്മുടെ ബോഡി ആയിട്ട് സെറ്റ് ആവണം. എന്നിട്ടേ നമുക്ക് അവിടുന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഓടിപ്പോയി ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മൂന്നാമതൊരു സാഹചര്യം, ഒരു ക്രിട്ടിക്കൽ ആയിട്ടൊരു പേഷ്യന്റ് വരികയാണെന്ന് വിചാരിക്കും. വളരെ ഗുരുതരമായിട്ടൊരു പേഷ്യന്റ് വരികയാണ്. അയാൾക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അയാൾക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു സർജറി ചെയ്യാനുള്ള സമയം അവിടെ ഉണ്ടാവും? ഇല്ല. കാര്യം സർജറി ചെയ്തിട്ട് ടൈം എടുക്കും. അല്ലെ? അപ്പൊ ആ സർജറി ചെയ്യാനുള്ളൊരു ടൈം അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മൂന്നാമത് പറയുന്ന വാസ്കുലാർ ആക്സസ് കത്തീറ്റർ. എന്താണ്? വാസ്കുലാർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യാന്ന് വെച്ചത് കയ്യിലല്ല ചെയ്യാം, നെക്കിലാണ് ചെയ്യാം. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്താണ് മിക്കവാറും അത് വലത് ഭാഗത്തായിട്ടാണ് ചെയ്യുക. നമ്മുടെ നെക്കിന്റെ ഭാഗത്തൊരു എന്ത് ചെയ്യുക, ഒരു കത്തീറ്റർ കയറ്റി വിടും. എന്ന് വെച്ചാൽ ഒരു ഇൻസിഷൻ ചെയ്തിട്ട് അതും ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യാണ്, കത്തീറ്റർ ഇടാണ്. എന്താണ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കേട്ടോ. ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ നെക്കിന്റെ ഭാഗത്ത് ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട്, ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, കത്തീറ്റർ കടത്തിയിട്ട് അതിലൂടെ നമ്മൾ ഡയാലിസിസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. പക്ഷെ അതൊരിക്കലും എന്തല്ല, സേഫ് അല്ല. അതൊരിക്കലും എന്തല്ല, സേഫ് അല്ല. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മനസ്സിലാവും? പക്ഷെ എന്താ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. AV ഫിസ്റ്റുല ചെയ്യാനോ AV ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ളൊരു ടൈം ഇല്ല. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ട് അതിലൂടെ നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതേ സമയം തന്നെ നമ്മൾ ഈ കത്തീറ്റർ ഘടിപ്പിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, AV ഫിസ്റ്റുലയും അല്ലെങ്കിൽ ഗ്രാഫ്റ്റോ ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മൾ തുടങ്ങി വെക്കുകയും വേണം. മനസ്സിലായല്ലോ? കാര്യം ഇതെന്ന് പറയുന്നത് AV കത്തീറ്റർ ഉണ്ടല്ലോ, മൂന്നാമത് പറഞ്ഞത്, അതൊരു പെർമനന്റ് അല്ല, ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് അല്ല. അത് വെറും ടെമ്പററി ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താണ്? അതത്ര ശാശ്വതമല്ല. കാര്യം അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ കത്തീറ്റർ ഘടിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ അതേ ടൈമിൽ തന്നെ നമ്മൾ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമുക്ക് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഒന്ന് വായിക്കാം. ഓക്കെ, നോക്കുക കേട്ടോ. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക്. മനസ്സിലായോ? നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് വലത് ഭാഗത്താണ് ഒരു ആ വെയിനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ട്യൂബ് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണം. കത്തീറ്റർ, ആ കത്തീറ്ററിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്, അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ്? ഷോർട്ട് ടേം ഹീമോഡയാലിസിസിനാണ് അത് ഉപയോഗിക്കുന്നത്. അതേസമയം AV ഫിസ്റ്റുല ആണെങ്കിലും AV ഗ്രാഫ്റ്റ് ആണെങ്കിലും ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുമ്പോൾ ഇത് മാത്രം എന്താണ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ്. ഓക്കെ, ഇനി നോക്കൂ. ഇഫ് ദ കിഡ്നി ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് റാപ്പിഡ്ലി a patient may not have time for the placement for an AV fistula or AV graft before beginning hemodialysis treatments. അതായത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി പൂർണ്ണമായിട്ട് തകരാറിലായി പെട്ടെന്ന് തന്നെ എന്താണ്, അവർക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അവർക്ക് AV ഫിസ്റ്റുല ചെയ്യാനോ AV ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ളൊരു ടൈം കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആക്സസ് കത്തീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, 3 ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് AV ഫിസ്റ്റുല, 2 AV ഗ്രാഫ്റ്റ്, മൂന്നാമത്തെ എന്താണ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ. എന്താണ് ഫിസ്റ്റുലയിൽ നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് വെയിൻ. അല്ലെ, ഒരു ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ്. അതൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്. അല്ലെ, ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. ഇനി പിന്നെ എന്താ നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാര്യം എന്താണ്, ഇറ്റ് ഈസ് എ നാച്ചുറൽ ആക്സസ് സൈറ്റ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അവിടെ വളരെയധികം കുറവാണ്. ഓക്കെ, അതാണ് ഫിസ്റ്റുലയിൽ പറഞ്ഞത്. ഇനി AV ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോൾ എന്താ പ്രത്യേകത? AV ഗ്രാഫ്റ്റിൽ എങ്ങനെയാണ്? അവിടെ എന്ന് പറയുമ്പോൾ ദ ആർട്ടറി ആൻഡ് വെയിൻ ഈസ് കണക്റ്റഡ് ത്രൂ എ ഗ്രാഫ്റ്റ്. അല്ലെ, ഒരു ഗ്രാഫ്റ്റിലൂടെയാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് എ ഗ്രാഫ്റ്റ്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്, ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അല്ലെ, പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. പിന്നെ എന്താണ് പ്രത്യേകത? ഫിസ്റ്റുലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ മെറ്റീരിയൽ നമ്മൾ ശരീരത്തിനകത്ത് വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെ, അപ്പൊ അതാണ് ഒരു കമ്പാരിസൺ വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നതാണ്. പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. സാധാരണ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, AV ഫിസ്റ്റുല തന്നെയാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ വെയിൻ ഒട്ടും ഹെൽത്തി അല്ല, വളരെ വീക്കായിട്ടുള്ള വെയിൻ ആണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാം AV ഗ്രാഫ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും സാധിക്കാത്ത സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ നമ്മൾ ചെയ്യുന്നത്. കത്തീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. മറ്റു രണ്ടും പെർമനന്റ് ആണല്ലോ, ഇതെന്താണ്, ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അത് രണ്ടും ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുമ്പോൾ കത്തീറ്റർ മാത്രം എന്താണ്, അത് ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. ക്ലിയർ ആണ്? പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കത്തീറ്റർ ആണ് ചെയ്യുക. പക്ഷെ അതേസമയം തന്നെ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ അതേസമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫ്റ്റും ഫിസ്റ്റുലയും കത്തീറ്ററും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് 3 വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. ഇതിന് പല രീതിയിലും ക്വസ്റ്റ്യൻ വരാം. താഴെ തന്നിരിക്കുന്നവയില് ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ AV ഫിസ്റ്റുലയും നമുക്ക് ഉപയോഗിക്കാം, AV ഗ്രാഫ്റ്റും നമുക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങളോട് ചോദിക്കാണ്, ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം, അത് കത്തീറ്റർ ആണ്.
മനസ്സിലായോ? ഇനി നിങ്ങളോട് ചോദിക്കാണ് ഇൻഫെക്ഷൻ സാധ്യത ഏറ്റവും കുറവുള്ള വാസ്കുലർ ആക്സിസ് ആയിട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് AV ഫിസ്റ്റുലയാണ് അല്ലെ? ഇനി നിങ്ങളോട് ചോദിക്കാണ് ദ ആർട്ടറി ആൻഡ് വെയിൻ ഈസ് കണക്റ്റഡ് ടു എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണെങ്കിൽ ആ ഒരു മെത്തേഡിന് നമ്മൾ എന്താ പറയാ? AV ഗ്രാഫ്റ്റ് എന്നാണ് പറയുക. ഇങ്ങനെയൊക്കെ പല ടൈപ്പ് പല രീതിയിൽ അതിന് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അത്രയേ ഉള്ളൂ, മെയിൻ കണ്ടന്റ് അത്രയേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം കേട്ടോ, ആരാണ് നെഫ്രോളജിസ്റ്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? നെഫ്രോളജി വിഭാഗം നമ്മള് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിപ്പാർട്ട്മെന്റിൽ എടുത്തപ്പോ നെഫ്രോളജി വിഭാഗം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആരാണ് നെഫ്രോളജിസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ആരാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഡോക്ടർ who is specialized in kidney problems അല്ലെ? കിഡ്നി പ്രോബ്ലംസിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറെ നമ്മൾ എന്താ പറയാ? നെഫ്രോളജിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് പറയാ? നെഫ്രോളജിസ്റ്റ്. പിന്നെ ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്? ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് എ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ആൻഡ് പെർഫോംസ് ദ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ ഇൻ എ ഹോസ്പിറ്റൽ ഓർ എൻ ഔട്ട് പേഷ്യന്റ് സെന്റർ. എന്താണ്? ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്? റേഡിയോളജിയിൽ തന്നെ ഒരു സബ് ഡിവിഷൻ ആണ് കേട്ടോ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടറാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇമേജിംഗ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞിരുന്നു. വാസ്കുലർ ആക്സിസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടെ എന്ത് ചെയ്യും? നമ്മൾ സ്കാൻ ചെയ്യും. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ അവർ കണ്ടെത്തും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാസ്കുലർ ആക്സിസ് സൈറ്റിന് വേണ്ടിയിട്ടുള്ള സർജറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആരുടെ സഹായം വേണ്ടതായിട്ട് വരും? ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് നെഫ്രോളജിസ്റ്റിനെ കുറിച്ചും ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? The patient gets local anesthesia and sedation to be calm and relaxed in the course of this procedure. തീർച്ചയായിട്ടും ഇതൊരു സർജറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? ഒരു അനസ്തേഷ്യ അല്ലെങ്കിൽ സെഡേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നോക്കുക കേട്ടോ, നമ്മൾ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. നമുക്ക് വായിക്കാം. വീനസ് കത്തീറ്റേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ദ ലോങ് ടേം യൂസ്. ഒരിക്കലും എന്താണ് ഒരു ലോങ് ടേം യൂസിന് എന്ത് അനുയോജ്യമല്ല? വീനസ് കത്തീറ്റേഴ്സ് അനുയോജ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേ ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ദ ലോങ് ടേം യൂസ്. ഇനി പറയാണ്, വിത്ത് എ വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് may generate a blood clot, an infection or causing the vein to narrow. അപ്പൊ സാധാരണ നമ്മൾ ഈ ഒരു വീനസ് കത്തീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നെക്കിന്റെ ഭാഗത്ത് ഇൻസിഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമല്ലോ. ആ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവിടുത്തെ വെയിൻ എന്താവും? ഭയങ്കരമായിട്ട് നാരോ ആവും, ചുരുങ്ങിപ്പോവും. അപ്പൊ ചുരുങ്ങി പോകുമ്പോൾ നമുക്ക് നല്ല ഫ്ലോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലഡിനെ നമുക്ക് എടുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരും. അതുകൊണ്ടാണ് അതത്ര പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, എ വീനസ് കത്തീറ്റർ വിൽ വർക്ക് ഫോർ സെവറൽ വീക്സ് ഓർ മന്ത്സ് till a surgeon can do a long-term access surgery and AV fistula or AV graft has time to mature. അതായത് നമ്മൾ സാധാരണയായിട്ട് ഒരു വീനസ് കത്തീറ്റർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പക്ഷേ ചില ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നമുക്കത് ഉപയോഗിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല, ഉപയോഗിക്കാം. ഏതാവുന്നത് വരെ? ഒന്നില്ലെങ്കിൽ ഒരു AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് മെച്ചുറേഷൻ ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കത്തീറ്ററിലൂടെ തന്നെ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ എന്തല്ലാതെ ലോങ് ടേം യൂസിന് പറ്റില്ല, ഷോർട്ട് ടേം ആയിട്ടേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ബോത്ത് ദ AV ഫിസ്റ്റുല ആൻഡ് ദ AV ഗ്രാഫ്റ്റ് ആർ ഔട്ട്ലൈൻഡ് ഫോർ ലോങ് ടേം ഡയാലിസിസ്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലോങ് ടേം ഡയാലിസിസിന് ഉപയോഗപ്പെടുത്തുന്ന ഏതാണ് വാസ്കുലർ ആക്സിഡന്റുകൾ ഏതൊക്കെയാണ്? AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റുമാണ്. ഇനി നോക്കുക, the people who get AV fistulas
are healed and ready to begin hemodialysis 2 to 3 months after their surgery. Underline ചെയ്തിരിക്കാം. അതായത് AV ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മാസങ്ങൾ എടുക്കും അത് തുടങ്ങി അതൊന്ന് മാച്ചുറേഷൻ ആവാനായിട്ട്. നമ്മുടെ ബോഡി ആയിട്ട് അത് സെറ്റ് ആവുമല്ലോ, അതിന് ഏകദേശം ഒരു 2-3 മാസങ്ങൾ എടുക്കും. അപ്പൊ 2-3 മാസം കഴിഞ്ഞിട്ട് മെച്ചുറേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം, അതിലൂടെ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ AV ഫിസ്റ്റുലയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇനി നോക്കൂ, the people who receive AV graft will be ready in 2 to 3 weeks. അതേസമയം AV ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് 2-3 ആഴ്ചകൾക്കുള്ളിൽ എന്താകും, മെച്ചുറേഷൻ ആവും. അതായത് 2-3 ആഴ്ചകൾക്ക് ശേഷം അത് എന്തായിക്കോളും, റെഡി ആയിക്കോളും. അപ്പൊ നമുക്ക് പിന്നീട് അതിലൂടെ എന്ത് സ്റ്റാർട്ട് ചെയ്യാം, ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. AV ഫിസ്റ്റുലയ്ക്ക് സമയം എടുക്കും, 2-3 മാസങ്ങൾ എടുക്കുമ്പോൾ AV ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ 2-3 ആഴ്ചകളാണ് കേട്ടോ അവിടെ എടുക്കുന്നത്. ഒരു വീക്സ് ആണ്, ആഴ്ചകൾക്ക് ശേഷം അത് മെച്ചുറേഷൻ ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കൂ, catheters are outlined for the short term temporary use. catheter നമ്മൾ വെറും ഷോർട്ട് ടേം യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഇതോടുകൂടിയിട്ട് എന്ത് അവസാനിക്കാണ്, ഹീമോഡയാലിസിസ് അവസാനിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ പറഞ്ഞത്, ഹീമോഡയാലിസിസ്. അപ്പൊ അവിടെ നമ്മൾ ഇത്രയും ക്ലിയർ ആയ ഒരു ഹീമോഡയാലിസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് നമ്മൾ ശരീരത്തിന് പുറത്തേക്ക് എടുത്തിട്ട് ഡയാലിസിസ് മെഷീനിലൂടെ കടത്തി വിടുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, എന്നിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നു. ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാസ്കുലർ ആക്സിസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സർജറിയിലൂടെ. അപ്പൊ 3 ടൈപ്പ് വാസ്കുലർ ആക്സിസ് സൈറ്റ് ഉണ്ട്, AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ് ആൻഡ് എന്താണ് ഈ പറയുന്ന വെനസ് കാത്തീറ്റർ. ഓക്കെ, ഇത് 3 ആണ് നമ്മൾ കണ്ടത്. ഇതില് ഹീമോഡയാലിസിസ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു ഡയാലിസിസ്, രണ്ടാമത്തെ ഒരു ടൈപ്പ് ഡയാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് എന്ത്, പെരിറ്റോണിയൽ ഡയാലിസിസ്. അടുത്തെന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യം നമുക്കൊന്ന് പറയാം, പറഞ്ഞിട്ട് നമുക്ക് പിന്നീട് അത് വായിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹീമോഡയാലിസിന് നമ്മൾ HD എന്ന ലെറ്റർ, HD എന്നാണ് ഷോർട്ട് ആക്കി നമ്മൾ പറഞ്ഞത്. പെരിറ്റോണിയൽ ഡയാലിസിസിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് PD എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കുറെ ഷോർട്ട് ഫോംസ് വരുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ARF, AKI, ESKD, HD, PD എന്നൊക്കെ പറയുന്ന കുറെ ഷോർട്ട് ഫോംസുകൾ വരുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നോക്കാം, രണ്ടാമത്തെ ടൈപ്പാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? ആദ്യം നമുക്ക് വായിക്കുന്നതിനേക്കാളും മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് അതിലോട്ട് കടക്കാം കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹീമോഡയാലിസിസിൽ നിന്നും ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ, കവറിംഗ് ഓഫ് അബ്ഡോമൻ. ഓക്കെ, കറക്റ്റ് ആണ്. പീയൂഷല്ല, പെരിറ്റോണിയൽ. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ്. അതായത് നമ്മൾ ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഹീമോഡയാലിസിസിലെ ബ്ലഡ് എന്ത് ചെയ്യണമായിരുന്നു, ശരീരത്തിന്റെ പുറത്തോട്ട് നമുക്ക് കൊണ്ടുവരണമായിരുന്നു അല്ലെ. അതേസമയം ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്, നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ എന്താണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രക്രിയനെ നമ്മൾ എന്താ പറയാ, പെരിറ്റോണിയൽ ഡയാലിസിസ്. മനസ്സിലായോ മേജർ ഡിഫറൻസ് എന്താണുള്ളത്? ഹീമോഡയാലിസിസിനകത്തെ ബ്ലഡ് നമ്മൾക്ക് പുറത്തേക്ക് കൊണ്ടുവരണം, എന്നിട്ട് വേണം നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട്, ഡയാലിസിസ് ചെയ്യാനായിട്ട് അല്ലെ. അതിന് വ്യത്യസ്തമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് എന്താണ്, ബ്ലഡ് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ, വിത്തിൻ ദ ബോഡി, ഓക്കെ, ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ആ ഒരു ഡയാലിസിസിനെയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പെരിറ്റോണിയൽ? അത് ആദ്യം എന്താണെന്ന് പഠിക്കണം, എന്നിട്ട് വേണം നമ്മൾ ആ ഡയാലിസിസിലോട്ട് കടക്കാനായിട്ട് അല്ലെ. എന്താണ് പെരിറ്റോണിയം എന്ന് പറഞ്ഞാല്, നമ്മുടെ എന്താ പറയാ അബ്ഡോമൻ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു അബ്ഡോമൻ ഭാഗത്തെ ഒരു അവയവങ്ങളെയൊക്കെ കവർ ചെയ്യുന്ന ഒരു എന്താ പറയാ മെംബ്രെയിൻ, ഒരു നേർത്ത സ്ഥലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെരിറ്റോണിയം എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് പെരിറ്റോണിയം എന്ന്? നമ്മുടെ ഉദരാശയം ഉണ്ടല്ലോ, നമ്മുടെ അബ്ഡോമൻ പോർഷൻ, ഉദരാശയം, അവിടെ ഒരുപാട് അവയവങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ചെറുകുടലുണ്ട്, വൻകുടലുണ്ട് അല്ലെ, അങ്ങനെയുള്ള അവയവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയെല്ലാം കവർ ചെയ്യുന്ന ഒരു നേർത്ത സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ പെരിറ്റോണിയത്തിന് ഒരു കഴിവുണ്ട്, എന്താണെന്നറിയാമോ? നമ്മുടെ ഈ പറയുന്ന രക്തത്തിനകത്തുള്ള അമിത ജലാംശം, ലവണങ്ങളെയൊക്കെ വലിച്ചെടുക്കാനുള്ള, ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്?
പെരിറ്റോണിയത്തിലുണ്ട്. ആ ഒരു കഴിവാണ് എവിടെ യൂസ് ചെയ്യുന്നത് നമ്മള് പെരിറ്റോണിയം ഡയാലിസിസിനകത്ത് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? പെരിറ്റോണിയത്തിന് അങ്ങനെ ഒരു എന്താ പറയുക ഒരു കഴിവുണ്ട്. ഈ പറയുന്ന രക്തത്തിലുള്ള അമിത ജലാംശവും ലവണങ്ങളെയൊക്കെ ആഗിരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കുക. ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. നോക്കിയേ, ഇതാണ് നമ്മുടെ ഉദരാശയത്തിന്റെ ഭാഗം. കണ്ടോ? ഈ ഒരു കവറിങ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് എന്ത് നമ്മുടെ പെരിറ്റോണിയം എന്ന് പറയുന്നത് അല്ലെ? കണ്ടോ? ഇവിടെ എന്തുണ്ട്? ചെറുകുടലുണ്ട് അല്ലെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഈ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ വയറിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കത്തീറ്റർ, ഒരു സുഷിരം, ഒരു ഹോള് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് അപ്പൊ അതൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹീമോഡയാലിസിസ് തുടങ്ങുന്നതിനേക്കാളും മുമ്പായിട്ട് വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സർജറി ചെയ്തില്ലേ? എന്നതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് നമുക്കത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു മൈനർ സർജറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഉദരാശയത്തിന് ആ ഒരു വയറിന്റെ ഭാഗത്ത് ഒരു ഇൻസിഷൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു സുഷിരം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കത്തീറ്റർ നമ്മൾ കയറ്റി വിടുകയാണ്. എന്താണ് കത്തീറ്റർ? കത്തീറ്റർ എന്താണെന്ന് നമുക്കറിയാലോ? ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബാണ് അല്ലെ? അതിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് പറയുന്നത്. ആ കത്തീറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഹോളിലൂടെ ഇങ്ങോട്ട് വിടുകയാണ്. പെരിറ്റോണിയം ക്യാവിറ്റിക്കകത്തേക്ക് നമ്മൾ ഇറക്കി വിടുകയാണ്. ഓക്കെ, കയറ്റി വിടുകയാണ്. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ഹീമോഡയാലിസിസിനകത്ത് ഒരു ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ഡയലൈസർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു ദ്രാവകമാണ്, ഒരു ലിക്വിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ലിക്വിഡിനെ നമ്മൾ പറയാം ഡയാലിസേറ്റ് എന്നാണ് പറയാം. എന്താണ് പറയാ? ഡയാലിസേറ്റ്. മാറിപ്പോവരുത് കേട്ടോ. എന്താണ്? ഡയാലിസേറ്റ് എന്നാണ് പറയാ. അപ്പൊ ആ ഒരു ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കത്തീറ്ററിലൂടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കും. ഓക്കെ, ഈ ഒരു ദ്രാവകത്തിന് ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ഒരു ലിക്വിഡിനെ നമ്മൾ ഈ ഒരു കത്തീറ്ററിലൂടെ എങ്ങോട്ടേക്ക് നിറയ്ക്കാണ്? പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പെരിറ്റോണിയം ഭാഗത്തു കൂടെ നോർമലി എന്തുണ്ടാവും? ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും അല്ലെ? ബ്ലഡ് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ ഇതിലൂടെ ഈ ഭാഗത്ത് കൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ ബ്ലഡിനടുത്തുള്ള അമിത എന്താ പറയാ ജലാംശവും മറ്റു ലവണങ്ങളും ഇമ്പ്യൂരിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നറിയോ? ഈ ദ്രാവകം വലിച്ചെടുക്കും. അല്ലെങ്കിൽ ഈ ഒരു ദ്രാവകത്തിലേക്ക് എന്ത് ചെയ്യപ്പെടാണ്? ആഗിരണം ചെയ്യപ്പെടാണ്. മനസ്സിലായോ? ഡയാലിസേറ്റ് എന്ന് പറയുന്ന ദ്രാവകത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാണ്. അങ്ങനെ കുറച്ച് നിശ്ചിത ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതേ കത്തീറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ദ്രാവകത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുത്ത് കളയാണ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്തുള്ള അവിടുത്തെ അവയവങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു നേർത്ത മെംബ്രെയിൻ ആണ്, ഒരു സ്ഥലമാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. പെരിറ്റോണിയം അപ്പൊ ആ ഒരു മെംബ്രെയിൻ, ആ പെരിറ്റോണിയത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മുടെ എന്താ പറയാ രക്തത്തിലുള്ള അമിത ജലാംശത്തിന് ലവണങ്ങളെയൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഈ ഒരു ഡയാലിസിസിനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പെരിറ്റോണിയം ഭാഗത്ത്, അതായത് നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഹോള് ക്രിയേറ്റ് ചെയ്യും സർജറിയിലൂടെ. ഓക്കെ, സർജറിയിലൂടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിലൂടെ നമ്മളൊരു കത്തീറ്റർ കണക്ട് വിടാണ്. ഈ കത്തീറ്ററിലൂടെ നമ്മൾ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് പെരിറ്റോണിയം ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ നിറയ്ക്കും. അത് സ്വാഭാവികമായിട്ട് അതിലൂടെ പോകുന്ന ബ്ലഡിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ? അപ്പൊ ആ ബ്ലഡിലുള്ള ലവണാംശങ്ങളും മറ്റ് ഇമ്പ്യൂരിറ്റീസും അധിക ദ്രാവകങ്ങളും ഒക്കെ ഈ പറയുന്ന ഡയാലിസേറ്റ് വലിച്ചെടുക്കാണ്. ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഇരുമ്പിന്റെ ഒരു മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അതിൽ എന്താ പറയുക ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഈ ഒരു എന്താ പറയുക ലിക്വിഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടാണ്. അങ്ങനെ കുറച്ച് ടൈം കഴിയുമ്പോൾ, കുറച്ച് ടൈം ചിലപ്പോൾ ഒരു 2 to 3 hours ഒക്കെ വേണമെങ്കിൽ പിടിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ലിക്വിഡ് ഇതേ കത്തീറ്ററും ബാഗും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്യണം? ഡ്രെയിൻ ചെയ്ത് കളയുകയാണ്. അപ്പൊ ഒരു തവണ ഈ ഒരു കത്തീറ്റർ ഘടിപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. മനസ്സിലായോ? ഒരേ ഒരു തവണ ഈ ഒരു കത്തീറ്റർ ഘടിപ്പിക്കാൻ ഒരു ടാസ്ക് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി നമുക്ക് ഈ പറയുന്ന ഡയാലിസേറ്റും മറ്റുള്ള ബാഗ്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണിത് പെരിറ്റോണിയം ഡയാലിസിസ് എന്ന് പറയുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു സർജറിയിലൂടെ ആ ഒരു കത്തീറ്റർ ഘടിപ്പിക്കുന്നത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ലിക്വിഡ് നിറച്ചിട്ട്
ആ പുറമേ നിന്നുള്ള ആ ടോപ്പ് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ ഒരു നിശ്ചിത ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഇതേ കത്തീറ്റർ വെക്കാം. കത്തീറ്റർ വെച്ച് ആ ബാഗ് യൂസ് ചെയ്ത് ആ ഒരു ദ്രാവകത്തിന് നമ്മൾ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ വൺസ് ഈ ഒരു കത്തീറ്റർ ഘടിപ്പിക്കാനുള്ള ഒരു ടാസ്കേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡയാലിസേറ്റും മറ്റു ബാഗുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് എന്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വായിക്കാം. ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, നോക്കുക. ഫീഡിങ് എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് the blood is purified inside your own body instead of using dialyzer machine. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അവിടെ വല്ല ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എല്ലാം കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, ഉള്ളിൽ തന്നെയാണ് അത് ചെയ്യുന്നത് അല്ലെ. നോക്കുക. ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ് the lining of your abdomen or belly area also called peritoneum. Okay, അപ്പൊ പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ എന്താണ്? It is the lining of the abdomen. അബ്ഡോമന്റെ ലൈനിങ് or belly area കേട്ടോ, വയറിന്റെ ഭാഗത്തുള്ള ആ ഒരു ലൈനിങ്ങിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. It is used as a filter. അവിടെ ഫിൽറ്റർ ആരാണ്? പെരിറ്റോണിയം ആണ് അവിടുത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. Before beginning peritoneal dialysis, a minor surgery is required to place a catheter, that means a soft tube, in your belly. നമ്മൾ പറഞ്ഞാണ് അല്ലെ, പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കത്തീറ്റർ ഒരു സർജറിയിലൂടെ അവിടെ ഘടിപ്പിക്കുകയാണ്. ഓക്കെ, ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് the belly area is little by little filled with dialysate. അതാണ് ഡയാലിസേറ്റ്. എന്താണ് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. It is a cleansing fluid made from a mixture of water, salt and other additives. അതായത് വാട്ടർ, മറ്റ് എന്താ പറയുക സാൾട്ട്, പിന്നെ മറ്റു പല അഡിറ്റീവ്സ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡ് ആണ് എന്ത് ഡയാലിസേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയാലിസേറ്റ് ആണ് നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് അകത്തേക്ക് നിറയ്ക്കുന്നത്. ഓക്കെ, നോക്കുക. അപ്പൊ നോക്കുക. ലിറ്റിൽ ബൈ ലിറ്റിൽ ഫീൽഡ് വിത്ത് ഡയാലിസേറ്റ് ത്രൂ ദ catheter. As the blood flows normally through the area, extra fluid and waste products are pulled out of the blood vessels and into the belly area by the dialysate, almost like a magnet. ഞാൻ പറഞ്ഞല്ലോ, അതിലൂടെ എന്താണ് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബ്ലഡിലുള്ള ദ്രവ്യാംശങ്ങളൊക്കെ ഈ ഒരു ലിക്വിഡ് എന്ത് ചെയ്യാണ്? വലിച്ചെടുക്കുകയാണ്, ആഗിരണം ചെയ്യപ്പെടുകയാണ്. ലൈക്ക് എന്താണ് ഇവിടെ പറയുന്ന പോലെ എന്താണ്? ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ഓക്കെ, ഒരു മാഗ്നറ്റ് പോലെ വലിച്ചെടുക്കുകയാണ്. After a few hours, the fluid mixture is emptied out from your belly using the same catheter and bag that was used at the beginning of the treatment. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആ ബിഗിനിങ്ങിൽ ഉപയോഗിച്ച കത്തീറ്ററും ബാഗ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലിക്വിഡിനെ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ബ്ലഡ് എന്ത് ചെയ്യപ്പെടുകയാണ്? പ്യൂരിഫൈ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ. പെരിറ്റോണിയൽ ഡയാലിസിസ് can be done almost anywhere if you have the supplies needed to do the treatment. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസ്, ഡയാലിസേറ്റ് ലിക്വിഡ് ഉണ്ട്, അല്ലെങ്കിൽ കത്തീറ്റർ ഉണ്ട്, ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ തുടക്കത്തിൽ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ടും ചെയ്യാമെന്നൊക്കെ പറഞ്ഞത്. വീട്ടിലിരുന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, പിന്നെ ഇത്രയും മതി. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലായി അല്ലേ? അപ്പൊ ശരി എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ എന്നാ, താങ്ക് യു.